വളരെ സന്തോഷത്തിൽ അത്രയും പ്രതീക്ഷയോടെ നമ്മൾ തുറന്ന ഒരു ഓഫീസിൽ ഇത് ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞിട്ട് തുറന്ന സമയത്ത് ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാനൊരു സ്റ്റാഫ്, വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു സ്റ്റാഫ്, അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ട് ഫുൾ പവറിൽ തുറന്നതിനും. അപ്പോൾ നമ്മളിതാ കണക്ട് ചെയ്ത പ്രൊഫൈലുകളാണ് ഇത് കേട്ടോ. നിങ്ങൾ അന്നേരം ഇട്ടതാ പ്രൊഫൈലുകളാണ്. ഇനിയും ഉണ്ടായിരുന്നല്ലോ ഇതിൽ ഏകദേശം ഒരുപാട്. ഇവരോടൊന്നും 5 രൂപ പൈസ വാങ്ങിക്കില്ല നമ്മൾ. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രോക്കർ ബ്രോ എന്നുള്ളൊരു ഫോം ഞാൻ പൈസയും കൊടുത്ത് ഉണ്ടായിപ്പിച്ച് അതിൽ വല്ല പേരും ഡീറ്റെയിൽസ് എല്ലാം എഴുതി അപ്പോൾ എന്നിട്ട് വരുന്നവർ പരസ്പരം മാച്ച് ചെയ്ത് നോക്കാമെന്ന്. ഒരു കുട്ടിക്ക് ഞാൻ ഏകദേശം 40 പ്രൊഫൈൽ വരെ കാണിച്ചു കൊടുത്തു കിട്ടും. ആ കുട്ടിക്ക് ഇഷ്ടമായിക്കില്ല. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇവരോട് ആരോടും 5 പൈസ വാങ്ങാണ്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇവർ കല്യാണം നടന്നാലൊന്നും നമ്മളോട് പറയുമൊന്നുമില്ല. ഞാനൊരു ആലോചന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരാളെ കണക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ ഒന്നും സാമാന്യ മര്യാദയായിട്ടൊന്ന് പറയണ്ടേ? അവർ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് പൈസ രജിസ്ട്രേഷൻ പൈസയൊന്നും തന്നിക്കില്ലല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ എന്താണെന്നുള്ള അങ്ങനെ ആകരുത് കേട്ടോ. നിങ്ങൾ നമ്മളെ മാട്രിമോണിയെ ആയിക്കോട്ടെ, ഇനിയിപ്പം വേറെ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്താലും കല്യാണം കഴിഞ്ഞാൽ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യണം. ആ ഡാറ്റാസ് ഒഴിവാക്കാൻ പറയണം. ഇല്ലെങ്കിൽ കല്യാണം നടന്ന കുട്ടികളെ പ്രൊഫൈൽ പിന്നെ അയച്ചിട്ട് അവർ പറ്റിക്കുന്നതെന്നൊക്കെ ഉള്ള പേര് ഇപ്പോൾ മാട്രിമോണിക്കാർക്ക് കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെയുള്ള 2 സ്റ്റാഫും ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം അവർക്ക് പണിയില്ല. വെറുതെ സ്റ്റാഫിനെ വെച്ച് സാലറി കൊടുക്കാൻ നമുക്കും വേറെ ഇതിൽ ഭയങ്കര പ്രോഫിറ്റബിളൊന്നും ഇതൊന്നും അല്ല. ആരോടും ഒരു 5 പൈസ വാങ്ങുന്നുമില്ല, കാര്യങ്ങളില്ല. ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഭയങ്കര ഒരു സംഭവം. അപ്പോൾ നമ്മൾ ആപ്പിലാണെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി വരാൻ സമയമെടുക്കും. നമ്മൾ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ആളുകളെ കണക്ട് ചെയ്യാനുള്ള ആപ്പാണ് ബ്രോക്കർ ബ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ്. ഇപ്പം പ്രതീക്ഷ അസ്തമിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അത് പക്ക അപ്ഡേറ്റഡൊക്കെ ആയി അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായാൽ പൂർവാധികം ശക്തിയോടെ അത് മുമ്പോട്ട് വരും. ആളുകൾക്ക് കുറച്ച് സമയം എടുക്കും ഇതിൻ്റെയൊക്കെ ഒരു കാര്യം മനസ്സിലാവാൻ. കാരണം ഇതുവരെ കാണാത്തൊരു കാര്യമാണ് ഓലി കാണാൻ പോകുന്നത്. അപ്പോൾ ഓലിക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉള്ളവരുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് വരുന്ന ആലോചനകൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ആൾക്കാർ നമ്മൾ വിശ്വസിച്ച് വിളിക്കുമ്പോൾ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വിഷയമൊന്നുമില്ലല്ലോ. അപ്പോൾ പക്ഷേ ഇതുപോലെ ഇങ്ങനത്തെ ഫോമിലാക്കി ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഡിജിറ്റലി തന്നെ പിന്നെ ചെയ്യുകയാണ്. ഇപ്പോൾ പ്രൊഫൈൽ മേക്ക് ചെയ്തിട്ട് അതിൻ്റെ മാച്ച് നോക്കിയിട്ട് ചെയ്യാം. നമ്മളെ ആപ്പിൽ വീഡിയോ കൊടുക്കുക. പ്രൊഫൈൽ രജിസ്ട്രേഷനും കാര്യങ്ങൾക്കൊക്കെ ഫീസ് ഉണ്ടാവും കേട്ടോ. ഇല്ലാണ്ട് നടക്കൂല. മാത്രമല്ല 32 വയസ്സിൻ്റെ ഉള്ളിലൊന്നുള്ള ആലോചന മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം അങ്ങനെയുള്ള പെൺകുട്ടികളെ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പെൺകുട്ടികൾ എവിടെയുള്ളതെന്നൊക്കെ നോക്കി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ റെഡിയാണ്. നിങ്ങളുടെ അറിവിൽ പാവപ്പെട്ട കുട്ടികൾ, കല്യാണം റെഡിയാകാത്ത കുട്ടികൾ ഇനിയിപ്പോൾ കർണാടക മംഗലാപുരത്തൊക്കെ ഉണ്ടെങ്കിലും വിവരം അറിയിക്ക്. മംഗലാപുരത്തൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് ഇനി ഫുൾ എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് തന്നെ പോകും. ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കുന്നില്ല. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ പുറത്തേക്ക് നമുക്ക് കല്യാണ കാര്യങ്ങളുമായിട്ട് ഇറങ്ങണം. നിലവിൽ ഞാൻ 157 കല്യാണങ്ങൾ നടത്തിക്ക്. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി വിധവകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പ്രൊഫൈൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 48 വയസ്സുള്ള തൃശ്ശൂരുള്ള ഒരു ഹിന്ദു സ്ത്രീൻ്റെ ഉണ്ട്. അതുപോലെ 65 വയസ്സുള്ള മുസ്ലിം സ്ത്രീൻ്റെ ഉണ്ട്. പിന്നെ 35 വയസ്സ്, 45 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ള 45 വയസ്സുള്ള ആദ്യ വിവാഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള പ്രൊഫൈൽസ് നമ്മളെ അടുത്തുണ്ട്. ജെനുവിനായിട്ടുള്ള ആൾക്കാർ നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് ഓഫീസിലേക്ക് വരാം. എന്നെ വിളിച്ചിട്ട് വരണം വരുമ്പോൾ. കാരണം ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ലെങ്കിലോ നമ്പറിൽ കൊടുക്കുക. അനാവശ്യമായിട്ട് വിളിക്കരുത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്ക്. നിങ്ങൾക്ക് കല്യാണം നമ്മളെ കെയർ ഓഫിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്രൊഫൈൽ മേക്ക് ചെയ്യണം. അതിന് രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ഉണ്ടാവും. അതിന് പറ്റുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യുക. വെറുതെ ഇങ്ങനെ വിളിച്ച് ഞങ്ങൾക്ക് ആരുണ്ട് നോക്കുക, ആരുണ്ട് ഈ നമ്പറിലൊന്ന് ഇങ്ങോട്ട് വിളിക്കണേ എന്ന് പറഞ്ഞെങ്കിൽ വെച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മളെ അടുത്ത് ഉണ്ടാവുകയില്ല. നിങ്ങൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക? നിങ്ങളെ വിത്ത് ഫോട്ടോ ഒരു പ്രൊഫൈൽ നമ്മളെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മാച്ച് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ കൂടുതലായിട്ടും ആദ്യ വിവാഹക്കാർ വിളിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യവും കൂടി പറയാണ്. കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ ആദ്യ വിവാഹമുള്ള പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കുറേ വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടീൻ്റെ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒരു ആദ്യ വിവാഹം. അതിപ്പോൾ അടുത്ത ആഴ്ച ചെക്കൻ പെണ്ണ് കാണാൻ പോകുന്നതിൻ്റെ കുടുംബക്കാരൊക്കെ കണ്ട് ഇന്നിത് ഇവിടുന്ന് ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നു നമ്മൾ ഓഫീസിൽ നിന്ന്. അതും കഴിഞ്ഞ് പോലെ ഇഷ്ടപ്പെട്ടെന്നാൽ നോക്കിയിട്ട് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. കോൺടാക്ട് ചെയ്യുന്ന മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് എല്ലാവരെയും നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടിക്ക് 40 ആലോചനയാണ് പറഞ്ഞു കൊടുത്തത്. ഒന്നും നോക്കി ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില കേസാണ് അങ്ങനെയോ. ആ കുട്ടി പിന്നെ വയസ്സുള്ളതാണ്, 40ൻ്റെ മുകളിൽ ഏജ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി നമ്മളെ ഈ ബ്രോക്കർ ഓഫീസ് ഇവിടെ ഉണ്ട്. കല്യാണം നടത്താൻ വേണ്ടി
മെനക്കെട്ട് അറഞ്ചം പുറഞ്ച് ഇറങ്ങുകയാണ്, എല്ലാ സ്ഥലത്തും പോവും, അവിടെ എവിടെയെല്ലാം പോയി നിന്ന് പെൺകുട്ടികളെ തപ്പുമൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അറിവിൽ അങ്ങനെയൊക്കെ ഏത് ഏരിയ പോയി ഒരു താമസിച്ച് ജെനുവിനായിട്ടുള്ള ഉടായ്പം പറ്റിപ്പൊന്നും മാടട്ടോ. തിരുപ്പൂരിൽ കുട്ടി വിളിച്ചിരുന്നു, ഒരു ഹിന്ദു കുട്ടിയാണ്, ഡിവോഴ്സ് ആയതാണ് എന്ന് പറഞ്ഞ്. ഒക്കെ ഒരു 35 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അതും നോക്കുന്നുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻസൊക്കെ കോൺടാക്ട് ചെയ്തിട്ടോ, എല്ലാവർക്കും വേണ്ടിയുള്ള തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്ക്, കോൺടാക്ട് ചെയ്യുക, കല്യാണം സെറ്റാക്കും എല്ലാവർക്കും. മാക്സിമം നോക്കുക. കമ്മീഷനും ഉണ്ടാവും, പിന്നെ രജിസ്ട്രേഷൻ ഫീസും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഹംസല്ലേ, അവൻ വെറുതെ ചെയ്യുന്നല്ലേ എന്ന് വിചാരിക്കരുത്. ഭിന്നശേഷി മക്കൾക്ക് മാത്രമാണ് അതൊക്കെ. ഇത് നമ്മളെ തൊഴിലാണ്, ബ്രോക്കർ ബ്രോ ആണ്. ഓക്കെ, അത് മനസ്സിലായിക്കോ. പിന്നെ നിലവിൽ നമുക്ക് യാതൊരുവിധ സ്റ്റാഫും ഇല്ല കേട്ടോ. ഞാൻ ആരെ ഈ കല്യാണ കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിക്കും ഇല്ല. അങ്ങനെ കുറച്ച് ഫ്രോഡ് ഉണ്ടല്ലോ, ഞാൻ ഹംസേൻ്റെ ഓഫീസിൽ നിന്ന് ഹംസേൻ്റെ ആളാന്നൊക്കെ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ല ചെയ്യുന്നത്. ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിലല്ലാണ്ട് വേറെ ഏത് നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നാലും അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കൂല. ഞാൻ ഡയറക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ ആര് മുഖേനയും വേറെ ആരും ഇതുവരെ ആക്കിക്കില്ല. ഇനി അങ്ങനെ ആരെ ആക്കുന്നുണ്ട് അന്നേരം ഇൻഷാ അല്ലാഹ് പറയൂ. ഇപ്പം നിലവിൽ ആരുമില്ല. ആരും പിന്നെ കമൻ്റായിട്ട് നമ്പർ ഇങ്ങനെ എഴുതി കൊടുക്കരുത്. ഈ നമ്പർ മാണ്ടാത്തോടെല്ലാം സേവ് ചെയ്ത് വെച്ച് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾ എടുത്തോ. അല്ലാണ്ട് എൻ്റെ നമ്പർ ഇതാണെന്ന് നിങ്ങൾ കമൻറ്റിലിടരുത്. അപ്പം മറ്റുള്ള ഫ്രോഡുകൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ കുറേ പൈസ പറ്റിക്കുക ഇതൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നിലവിൽ ആരും സ്റ്റാഫൊന്നും ഇല്ല, ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ പരിപാടിയും. ഓക്കെ.